എന്താ? ആരെയാ സ്വപ്നം കണ്ട് കിടക്കണേ? ഏയ് ആരെയല്ല. ഏയ് അതല്ല, എന്തായാലും എന്നെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ. വിന്ധ്യേട്ടന്റെ സ്വപ്നത്തിലെങ്കിലും കടന്നു വരാനുള്ള യോഗ്യത പാവ ഈ ജോത്സ്യരുടെ മകൾക്കുണ്ടോ? അതെ, പാർവതി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലേ മോശമാ. ഈ വീടിന്റെ ഓരോ മൂലയിലും ഞാൻ കയറി വരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോ കയറി വന്നാലും ആർക്കും ഒന്നും തോന്നില്ല. അയ്യോ അങ്ങനെയല്ല. ഇനി അഥവാ തോന്നെങ്കിൽ തന്നെ അത് വിന്ധ്യേട്ടന് മാത്രമല്ല. വിന്ധ്യ പാർക്കുട്ടിയപ്പോ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ ചേച്ചി. ഇന്നലെ സന്ധ്യക്ക് അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നേ? കനിയാത്ത ഭഗവാനെ തൊഴുതിട്ട് എന്താ കാര്യം? എന്തു പറ്റി? നിനക്കൊരു നിരാശ? ഇല്ല, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. കാര്യം എനിക്കറിയാം. മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. അല്ല, ഇതാരാ അമേരിക്കക്കാരിയോ? ഞങ്ങളെയൊക്കെ അറിയോ മോളെ? എന്താ അറിയാത്തെ? ഇതാരാ ചേച്ചി? ഇതാ ജോത്സ്യൻ നായരുടെ മോളാ പാർവതി. എനിക്കിവിടെ സ്വന്തം മോളെ പോലെയാ. അമ്മാവന് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്കിളിന് മാത്രല്ല എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അങ്കിളിന് ഒരു മുണ്ട് ഷർട്ടും. ഇതിരിക്കട്ടെ. നിന്റെയും വിന്ദിന്റെയും കല്യാണത്തിന് തൊടുത്ത് എനിക്കൊന്ന് വിലസണം. എന്ത് പറ്റിയ കുട്ടിക്ക്? ആളൊരു തൊട്ടാവടിയാ, എന്തെങ്കിലും മനസ്സിൽ തട്ടിക്കാണും, അതാ പോയത്. ഇത് വിന്ദിന്. സിഗരറ്റ് ആവാൻ വലിക്കില്ല, ഇങ്ങനെ തന്നേക്ക്. അയ്യേ, സിഗരറ്റ് വലിക്കാത്ത പുരുഷന്മാരെ എന്തിനു കൊള്ളാം. ചേച്ചി, ഇതിൽ കുറച്ച് ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുട്ടി. എന്ന് ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ? അതെന്ത് പോക്കാ, ഊട് കഴിച്ചിട്ട് പോകാം. വേണ്ട അങ്കിൾ, ഒരു 2-3 മാസം ഞാനിവിടെ ഉണ്ട്. അവിടുത്തെ കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാവെങ്കിലും ഒരു 3 മാസം ഇവിടെ നടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. എന്ന് ശരി. ദേ കുട്ടിക്കൊരങ്ങ, സമയം കിട്ടുമ്പോ അങ്ങോട്ടൊന്ന് വരണം. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്റെ ഇടം വേണം. അവൾ പറഞ്ഞു നീ കേട്ടല്ലോ. സമയം കിട്ടുമ്പോഴൊക്കെ നീ ഒന്ന് അങ്ങോട്ടേ ഇല്ലേ. എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് വേണം ഇവിടുത്തെ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാൻ. എന്താ മനസ്സിലായില്ലേ? ഈശ്വര, ഈ സേർട്ട് വലിക്കുന്നവരെ സമ്മതിക്കണം. എന്ത് കഷ്ടപ്പെട്ട പുക മൂക്കിക്കൂടെ ഊതി വിടുന്നത്. നോക്കണം നോക്കണം, മൂക്കിൽ കൂടെ പുക പാടാണ്ട. അമേരിക്കൻ സായിപ്പന്മാരോട് ഇത്ര ഭംഗിയായിട്ട് പുക വിടൂല. ഇതാണ് പറയണത്, പെറ്റ് വീടുമ്പോഴേ സിഗരറ്റ് ഒളിച്ച് തുറക്കണമെന്ന്. എന്തായാലും എനിക്ക് പുകവലി വേണ്ട. അപ്പൊ നീലിമയോടൊത്തുള്ള നിന്റെ അമേരിക്ക പോക്ക് വേണ്ടെന്ന് അർത്ഥം. എടാ, നീയല്ലേ പറഞ്ഞത് പുക വലിക്കാത്തവരെ നീലിമയ്ക്ക് ഇഷ്ടമല്ലെന്ന്? എന്ന് വെച്ച് എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സിഗരറ്റ് തിന്നാൻ വരെ ഈ കൊച്ചു പ്രേമം റെഡിയാ. അതിന് നിന്നെ പ്രേമിക്കാൻ ഏതെങ്കിലും പെണ്ണ് വരണ്ടേ? വരുമടേ, വരും. വന്നു നിന്റെ മദാമ്മ വന്നു. എന്താടാ അവളെ കയ്യിലൊരു തോക്ക്? തോക്കല്ലടാ, അത് ബൈനോക്കുലേഴ്സാ. അയ്യേ, ഇതിൽ കൂടെ നോക്കിയാലാണ് തുണിയില്ലാതെ കാണുന്നത്. വൃത്തിയോട് പറയാതെ അതെങ്ങോട്ട് കളയടാ. എന്റെ പെണ്ണിന്റെ മുമ്പില് നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഞാൻ മൊത്തം സേർട്ട് വലിച്ചാ മതി കേട്ടോ. ഹായ് വിന്ധ്യൻ. അകത്തോട്ട് വരി. എന്താ 3 പേരും കൂടെ ഇവിടെ? അതെ, സമയം കിട്ടുമ്പോ ഒഴിവ് സമയം ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോ ഞാൻ ഇങ്ങനെ ചെയിനായിട്ട് സേർട്ട് വലിക്കും. ഒരു ദിവസം 25 പാക്കറ്റ് വലിക്കും. എവർക്ക് വലിക്കാൻ അറിയില്ല. ഞങ്ങൾ ചേർന്ന് വലിപ്പിക്കും. Are you free now? Yes, free. I also. കണ്ട, I know English. എന്നാ വാ, നമുക്കൊന്ന് ചുറ്റിയടിക്കാം. എന്നാലേ ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ ഇവിടെ കുറ്റി അടിച്ചിരിക്കുക. ഓ, I am ready. ഇവൻ വലിച്ചു ചാവത്തേ ഉള്ളൂ. ഒന്ന് കിട്ടിയാലേ ശരിയാവും. ഇതെന്തിന്? നീ പറഞ്ഞിട്ടല്ലേ? ഞാൻ അവന്റെ കാര്യം പറഞ്ഞ. മണി 3 ആയല്ലോ. കൊച്ചു കള്ളി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ചിലപ്പോ എന്റെ സന്താന വർദ്ധന കഴിച്ച എന്തെങ്കിലും സെറ്റപ്പ് ആയി കാണും. വരട്ടെ, അതിനു മുമ്പ് ഗ്ലാമർ ഒന്ന് കൂട്ടിക്കളയാം. കണ്ടി, നീ എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക. ഇന്ന് നിനക്കൊരു സമ്മാനമുണ്ട്. എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവുക. ഐ ലവ് യു കരളേ, പൊന്നെ, ഐ ലവ് യു. ഞാൻ ആരാണെന്ന് വിചാരിച്ചാ? കുറച്ച് നേരമായി തന്റെ വേഷം കെട്ടിൽ ഞാൻ കാണുന്നു. അവന്റെ ഒരു ഉമ്മ പോലും. സന്താന വർദ്ധനി ഇറങ്ങിക്കോളും. പാന്റ് അഴിച്ചതാ പ്രശ്നം. സമയം കൊള്ളാൻ രക്ഷപ്പെട്ടു. ഇന്നെങ്കിലും എടുക്കണം.
അല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ സുമിക്ക് എന്നെ വാരി എടുത്തേനെ. ഞാൻ എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പ്രേമേട്ട് എടുക്കുന്ന കാര്യ പറഞ്ഞേ. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സുമിക്ക്, പക്ഷെ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല. ചേട്ടന്റെ ആരോഗ്യത്തിന് ഒന്ന് എടുത്തിരിക്കുന്നത് നല്ലതാ. ഈ വഴി വെച്ച് എടുക്കണമെന്നൊക്കെ പറഞ്ഞാ അല്ലാതെ നിവർത്തിയില്ല ഏട്ടാ. എപ്പോഴാ എവിടെ വെച്ച് ആർക്കാ ചേരാൻ കഴിയുന്നെന്ന് പറയാൻ പറ്റുമോ? എടുക്കട്ടെ. സുമിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു പുരുഷനായി ഞാൻ എന്തിനു നാണിക്കണം? എടുത്തോളൂ. ഇതെന്താ ഈ പേപ്പർ? അതെ, ഇൻഷുറൻസിന്റെ ഫോമാ. ചേട്ടൻ ഇതിലൊന്ന് ഒപ്പിട്ടാ മാത്രം മതി. ചേട്ടൻ അടയ്ക്കുന്ന പണത്തിന് ഡബിൾ ആയി കിട്ടും. അപ്പൊ എടുക്കോന്ന് ചോദിച്ച് എന്റെ പിറകെ നടന്നത് ഈ പോലീസ് എടുക്കാനായിരുന്നു. ചേട്ടൻ എന്ത് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നോബഡി നത്തിങ് ബഡി എവരിബഡി ആണെന്ന്. കൊച്ചുപ്രഭ നിക്ക്, ഞാനും വരുന്നു. എന്തൊക്കെയുണ്ട് സുമുഖി വിശേഷങ്ങൾ? ഞാൻ ഈ ചേട്ടനെ കൊണ്ടൊന്ന് എടുപ്പിക്കാൻ നിൽക്കായിരുന്നു, പക്ഷെ എടുക്കുന്ന മട്ടില്ല. ആ, യവനെ കൊണ്ടുവരണ എടുപ്പിക്കുന്നത് നല്ലതാ. താമസിയാതെ കാറ്റു പോകുന്ന പാർട്ടിയാ. യവന്റെ ബന്ധുക്കൾക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. വിന്ധ്യ, നീ ആ അമേരിക്കക്കാരെ കെട്ടാൻ പോകുന്നു കേട്ടു. അവളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കണം. എന്റെ മദാമ്മയെ കൊണ്ട് ഞാൻ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എടുപ്പിക്കും. എന്താ പോലെ? അത് മതി. വിന്ധ്യ, കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ഇപ്പൊ തന്നെ നമ്മളെ ചേർപ്പിച്ചു. സായിപ്പിന്റെ നാട്ടിൽ വളർന്ന പഴയ മാമ്പഴ കൊതിച്ച് എന്റെ സ്വന്തമായി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ എല്ലാം ഒരു സ്വപ്നം പോലെ. അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫിൽ എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ കുട്ടിക്കുരങ്ങനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിനായി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്ന് വിന്ധ്യേട്ടനറിയില്ല. എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. നീലിമ, ഞാൻ ഗുരുവായൂരപ്പന് ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. ഏയ്, എന്താ വിന്ധ്യനെ കാണിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അത് കള്ളം. എന്ത് സ്വപ്ന കണ്ടത്? അത് പിന്നെ ഞാനും. എന്തായി കാണിക്കുന്നത്? കട്ടില് മാറ്റിടുക. കട്ടില് മാറ്റിയിടുക? എന്തിന്? ടുഡേ ഈസ് 23rd. അതുകൊണ്ട് ഇന്നു മുതൽ 10 ദിവസം ഒരകൽച്ച എനിക്ക് ആവശ്യമാണ്. അകൽച്ച? യെസ്, സെപ്പറേഷൻ. മറ്റൊന്നുമല്ല, വിന്ധ്യനെ സ്വന്തമായി കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വെച്ച് ഞാനെടുത്ത നേർച്ചയാ. വിന്ധ്യൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിരിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നേർന്ന വഴിപാടാ. താലി കെട്ടിയ ദിവസം മുതൽ 10 ദിവസത്തേക്കൊരു വ്രതം. നിരാശയായല്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യോ? 10 ദിവസമല്ല, 10 മാസം ഇങ്ങനെ കഴിയണമെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. നീലിമയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഈ വഴിപാട് അല്പം കടുത്തുപോയി. പാടില്ല വ്രതം.